Welcome back to my tuition. നമുക്ക് permutations and combinations അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1. That Tn denotes the number of triangles which can be formed by using the vertices of a regular polygon. Regular polygon എന്ന് പറഞ്ഞാൽ എന്താ? All sides are equal and all angles are equal. Of n sides. n sides ഉള്ള ഒരു പോളിഗൺ എത്ര വെർട്ടീസസ് വരും? n വെർട്ടീസസ് വരും. If Tn plus 1 minus Tn is equal to 28, find then n. n equals. ഇതാണ് ക്വസ്റ്റ്യൻ. Find the value of n. നമുക്കറിയാം 3 പോയിൻറ്റ്സ് ഉണ്ടെങ്കിലല്ലേ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുള്ളൂ. ടി എൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? NC3 n പോയിൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ Tn plus 1 എന്ന് പറഞ്ഞാൽ എന്താ? n plus 1 C3. Tn എന്ന് പറയുമ്പോൾ NC3 ദറ്റ് ഈസ് ഈക്വൽ ടു 28. ഇപ്പം നമുക്ക് 8C3 ആണ് കാണണ്ടെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യുന്നത്? ആദ്യം 8 എഴുതും, ഒന്ന് കുറയ്ക്കും 7, പിന്നെ 6 അല്ലേ. താഴെ അതുപോലെ 1 × 2 × 3. ഈ നമ്പർ നോക്കിയിട്ടാണ്. 3 ആണെങ്കിൽ 8 നിന്ന് 3 നമ്പേഴ്സ് വരെ 8, 7, 6. താഴെ 1 × 2 × 3. 8C2 ആണെങ്കിൽ 8 × 7 by 1 × 2. അതേപോലെ n plus 1 C3 നമുക്ക് എങ്ങനെ എഴുതാം? n plus 1 subtracting 1 we get n, again subtracting we get n minus 1. 1 × 2 × 3. n × n minus 1 × n minus 2 by 1 × 2 × 3. കോമൺ ഡിനോമിനേറ്റർ 6 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എന്നും n മൈനസ് 1 കോമൺ എടുക്കാം. n plus 1 minus of n minus 2 minus n plus 2. 28 × 6. n cancel. 1 plus 2 3. n × n minus 1. 28 × 6 divided by 3. That is 28 × 2 56. നമുക്ക് 8 × 7 എഴുതാമല്ലോ 56-ന് അല്ലേ. 8 1 മൈനസ് ചെയ്യുമ്പോൾ 7. ഇവിടെ എൻ്റെ സ്ഥാനത്ത് എന്ത് കിട്ടി? 8. Question number 2. If n is any positive integer, if n is any positive integer, then one by 2 raised to n 2n pn. ഇവിടെ ഓപ്ഷനിൽ 1 × 3 × 5 × 2n minus 1 അങ്ങനെ 4-5 ഓപ്ഷൻസ് ഉണ്ട്. 2n npr എന്താ? n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ അല്ലേ. 1 by 2 raised to n × 2n pn നമുക്ക് എങ്ങനെ എഴുതാം? 2n ഫാക്ടോറിയൽ ബൈ 2n മൈനസ് n n ഫാക്ടോറിയൽ. 1 × 2 × 3 × 4 × 5 × 6 ലാസ്റ്റ് 2n. അതിന് തൊട്ട് മുമ്പുള്ള ടൈം എന്തായിരിക്കും? 2n മൈനസ് 1. ഇതിൽ 1 3 5 7 ഇതെല്ലാം കോഡ് നമ്പേഴ്സ് ഒരുമിച്ച് എഴുതാം. 2 4 6 etc. 2n.
2നെ നമുക്ക് 1 ഇൻറ്റു 2 എന്ന് എഴുതാം. 4നെ 2 ഇൻറ്റു 2, 6നെ 2 ഇൻറ്റു 3, എക്സെട്ര 2 ഇൻറ്റു n. One into 3 into 5 into etc. 2n minus 1. 1, 2, 3, 4, etc. n. നമുക്ക് എന്ത് പറയാം? n ഫാക്ടോറിയൽ. പിന്നെ 2, 2, 2, 2. അങ്ങനെ n ടൈംസിൻ്റെയും എന്താവും? 2 raised to n. So answer is 1 into 3 into 5 into etc. 2n minus 1. Question number 3. The number of 5-digit numbers no digit is repeated. That can be formed by 5-digit numbers that can be formed by using the digit 0, 1, 2, 3, etc. 7 is. ഇവിടെ the number of 5-digit numbers, no digit is repeated. Digit repeat ചെയ്യുന്നില്ല. That can be formed by using the digit 0, 1, 2, 3, etc. 7. നമുക്കറിയാം 5-digit numbers വേണം അല്ലേ? 1, 2, 3, 4, 5. നമുക്ക് 0യിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യത്തില്ല അല്ലേ? ഇപ്പോൾ 0യിൽ സ്റ്റാർട്ട് ചെയ്തത് 4 digit ആയിപ്പോവും. നമ്മൾ 0 മാറ്റി നിർത്തിയാൽ ബാക്കി എത്രയുണ്ട്? 1, 2, 3, etc. 7 ഡിജിറ്റ് ഉണ്ട്. ആ 7 ഡിജിറ്റ്സിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് എടുക്കാമല്ലോ അല്ലേ? ഇനി ഇടയ്ക്ക് പിന്നെ 0 ഒക്കെ വരാം. ഇപ്പോൾ 7, 1, 0, 3, 4, 5 അങ്ങനെയൊക്കെ വരാമല്ലോ. അപ്പോൾ നമുക്ക് ഒരു ഡിജിറ്റ് നമ്മളെടുത്തു. എഗെയിൻ 7 ഡിജിറ്റ് അല്ലേ? വീണ്ടും ഇനി നമുക്ക് 7 ഡിജിറ്റ് ഉണ്ട്. 6, 5, 4. 7 into 7 into 6 into 5 into 4. 49 into 120. 5880. നമുക്ക് ഫസ്റ്റ് പ്ലേസിലേക്ക് 7 ഡിജിറ്റാണ്. 0 നമുക്ക് മാറ്റി നിർത്തണം. പിന്നെ നമുക്ക് ഒരു ഡിജിറ്റ് ആയാലും പിന്നെ 7 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ? ഇൻക്ലൂഡിങ് 0. അതാണ് 7 വീണ്ടും വന്നത്. പിന്നെ 6, 5, 4. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. Question number 4. NCR. NCR minus 1. നമുക്കിവിടെ ഒരു ഇക്വേഷനാണ്, എന്നിലും ആറും കണക്ട് ചെയ്തൊരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയും. NCR by NCR minus 1. ഇത് രണ്ട് n ആയിരിക്കണം. ഇത് 1ൻ്റെ ഡിഫറൻസ് വരണം. ന്യൂമറേറ്ററിനേക്കാൾ 1 കുറഞ്ഞിരിക്കണം. R മൈനസ് 1. ഇങ്ങനെ ഒന്ന് n മൈനസ് R മൈനസ് 1. ദാറ്റ് ഈസ് n മൈനസ് R പ്ലസ് 1. ലാർജ് നമ്പർ ഏതാ? R. ദാറ്റ് ഈസ് ഈക്വൽ ടു NCR 84 by 36. 12 into 7, 12 into 3. Cross multiplication 3n minus 3R plus 3. ഒരു ഇക്വേഷനാണ് കിട്ടുന്നത്. 3n minus 10R plus 3 is equal to 0.
Question number 5. The number of diagonals, the number of diagonals of a polygon with n sides, 15 sides. n sides ഉണ്ടെന്ന് നമുക്കറിയാം, n വെർട്ടീസസ് ഉണ്ട്. അപ്പോൾ ആ 2 പോയിൻ്റ് ഉണ്ടെന്നൊക്കെ അറിയാമല്ലോ, ലൈൻ സെഗ്മെൻറ്റ് ഫോം ചെയ്യാം അല്ലേ. n പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് സൈഡ്സും വരാം, ഡയഗണൽസും വരാം. ഇവിടെ 15 സൈഡ്സ് ഉണ്ടെങ്കിൽ എത്ര പോയിൻ്റ് വരും? 15 പോയിൻറ്റ്സ് വരും. നമുക്ക് നമ്പർ ഓഫ് ഡയഗണൽസ്, n പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഡയഗണൽസിൻ്റെ ഫോർമുല എന്താ? NC2 മൈനസ് n. അപ്പോൾ 4 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ 4C2 മൈനസ് 4. കാരണം 4 പോയിൻറ്റ്സിന് നമുക്ക് 4 സൈഡ്സ് ആണ് വരുന്നത്. നമുക്കത് മൈനസ് ചെയ്താൽ നമുക്ക് ഡയഗണൽ കിട്ടും. 15C2 മൈനസ് 15. 15 ഇൻറ്റു 14 ബൈ 1 ഇൻറ്റു 2. 90. Six. 8 factorial into 1 by 3 factorial plus 5 by 4 factorial, that is equal to 9PR. Find R. 8 factorial into, നമുക്കിവിടെ LCM 4 factorial എങ്ങനെ കിട്ടണേ? 3 factorial into 4 അല്ലേ. 4 factorial LCM എടുക്കുമ്പോൾ ഇവിടെ 1 into 4 5. 9 factorial by 9 minus R factorial. 8 factorial into 9, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 factorial by 4 factorial is equal to 9 factorial cancel. 9 minus R എന്നുള്ളിടത്താണ് ഇവിടെ 4 വന്നിരിക്കുന്നത് അല്ലേ. സോ R is equal to 5. Question number 7. 2P1, 3P1, 4P1, etc. NP1 is equal to 2P1 എന്ന് പറഞ്ഞാൽ എന്താ? 2 factorial by 1 factorial, that is 2. 3P1 എന്താ? 3 factorial by 2 factorial. 3 factorial 3 into 2 into 1, 1 into 2 cancel, we get 3. NP1 നമുക്കറിയാമല്ലോ, n 3 plus 4 plus etc. n. നമുക്കിവിടെ 1 കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് എഴുതാം? സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പർ. നമുക്കിത് 1 കുറച്ചാൽ മതി. എന്നിട്ട് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1. ഇവിടെ 1 കൂടെ ചേർത്താലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ അത് 1 ഇല്ലാത്തതുകൊണ്ടാണത് 1 മൈനസ് ചെയ്തത്. n സ്ക്വയർ പ്ലസ് n മൈനസ് 2 ഡിവൈഡഡ് ബൈ 2. ഈ ഫോമിലാണ് നമുക്കിവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. LCM എടുത്തിട്ടാണ്. ഞാൻ രാവിലെ തന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം. രാവിലത്തെ ഹോംവർക്ക് ഇതായിരുന്നു. 1 + i ഇൻറ്റു z is equal to 1 - i ഇൻറ്റു z ബാർ. ഫൈൻഡ് z. ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ എ x ഇൻറ്റു 1 - i x എലമെൻ്റ് ആർ. ഇതായിരുന്നു ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. ഒരു കുട്ടി കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം.
In how many ways can in how many ways can 5 prizes be distributed among 4 students? When every student can take 1 or more prizes. Option A 1024, option B 625, option C 120, option D 600, option E none. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടിയ ആൻസർ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നാളെ ഞാൻ രാവിലെ നെക്സ്റ്റ് വീഡിയോയുടെ ബൈനോമിയൽ തിയറവും ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചാപ്റ്ററും കൂടെ കാണും. ചിലപ്പോൾ ബൈനോമിയൽ തിയറം ഒറ്റയ്ക്കായിരിക്കും. നിങ്ങളെല്ലാവരും പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. ഓക്കെ, താങ്ക് യു.